തൻ്റെ പ്രണയത്തിന് വേണ്ടി 25 വർഷം വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ലോകം മറന്ന ഒരു സ്ത്രീയുടെ കഥയാണിത്. അതെ, ബ്ലാൻഷെ മോണിയറുടെ ജീവിതകഥ. ഇതിൻ്റെ എല്ലാം തുടക്കം 1876-ലാണ്. ബ്ലാൻഷെ അന്ന് 25 വയസ്സുള്ള ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു പാവപ്പെട്ട വക്കീലുമായി അവൾ പ്രണയത്തിലായിരുന്നു. ആ വക്കീലിനെ വിവാഹം കഴിക്കണമെന്ന് അവൾ അവളുടെ വീട്ടിൽ പറയുന്നു. അതിന് തയ്യാറാകാതിരുന്ന അവളുടെ അമ്മയും ചേട്ടനും കൂടെ അവളെ ഒരു വീടിൻ്റെ മുറിയിൽ അടച്ചിടുന്നു, ഇരുട്ടുമുറിയിൽ. ആ അമ്മ കരുതിയിരുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നാണ്. എന്നാൽ അവൾ അതിന് വഴങ്ങിയില്ല. ആ ഒരു പൂട്ടിയിടൽ ഏകദേശം 25 വർഷത്തോളം തുടർന്നു. 1901 പാരീസിലെ ആന്റോണി ജനറലിന് ഒരു അജ്ഞാത കത്ത് ലഭിച്ചു. ഒരു പ്രഭു കുടുംബത്തിൻ്റെ വീട്ടിൽ ആരോ രഹസ്യമായി തടവിൽ കഴിയുന്നുണ്ടായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. അതുമൂലം പോലീസ് ആ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട എല്ലും തോലുമായ ഒരു രൂപം. 25 വർഷമായി വെളിച്ചം അവൾ കാണാത്തത് കൊണ്ട് അവളുടെ കണ്ണുകൾക്ക് വെളിച്ചം താങ്ങാനുള്ള ശക്തിയില്ലായിരുന്നു. അവളുടെ ആ മുറി നിറയെ ഭക്ഷണാവശിഷ്ടങ്ങളും മലമൂത്ര വിസർജനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ആ മുറിയിലെ ദുർഗന്ധം കാരണം പോലീസുകാർക്ക് പോലും അകത്തു കയറാൻ പ്രയാസമായിരുന്നു. രക്ഷപ്പെടുമ്പോൾ അവൾക്ക് 50 വയസ്സുണ്ടായിരുന്നു. ബ്ലാൻഷെയുടെ ഭാരം വെറും 25 കിലോ മാത്രമായിരുന്നു. ലോകം അറിഞ്ഞതോടെ നാട്ടുകാർ ആ വീടിന് മുന്നിൽ തടിച്ചുകൂടി. സ്വന്തം മകളുടെ ക്രൂരമായ അവസ്ഥ കണ്ട് നാട്ടുകാർ രോഷാകുലരായപ്പോൾ ഹൃദയാഘാതം വന്ന് 15 ദിവസത്തിനുള്ളിൽ അവളുടെ അമ്മ മരിച്ചു. ബ്ലാൻഷെയുടെ സഹോദരൻ കോടതിയിൽ പറഞ്ഞത് അവൾക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നുവെന്നും അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ കഴിഞ്ഞതെന്നുമാണ് ആ വാദം. പക്ഷേ കോടതി ആ വാദം തള്ളി. ബ്ലാൻഷെ മോണിയർ രക്ഷപ്പെട്ടെങ്കിലും അവളുടെ മാനസിക നില പൂർണ്ണമായും തകർന്നിരുന്നു. പുറം ലോകവുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. ശിഷ്ടകാലം ഒരു സൈക്കാട്രിക് ആശുപത്രിയിൽ ചെലവഴിച്ചു. അവൾ 1913 അന്തരിച്ചു. സ്വന്തം പ്രണയത്തിന് വേണ്ടി ഒരു സ്ത്രീ അനുഭവിച്ച ഈ ത്യാഗവും ക്രൂരതയും ഇന്നും ലോകത്തെ നടക്കുന്ന ഒന്നാണ്. ഒരറിവും ചെറുതല്ല. സ്വന്തം പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ ഒഴിഞ്ഞു വെച്ച ബ്ലാൻഷെ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികൾക്ക് വേണ്ടി നമ്മളുടെ പേജ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് തിരിച്ചെത്തുന്നതാണ്.